നവരാത്രിയുടെ 6ാം നാൾ ഷഷ്ഠി തിഥിയിൽ നവദുർഗാഭാവങ്ങളിൽ കാത്യായനി ദേവിയെയാണ് ആരാധിക്കുന്നത്. പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് കാത്യായനി ഭഗവതി എന്നാണ് വിശ്വസിക്കുന്നത്. വിശുദ്ധിയിലേക്ക് അയനം ചെയ്തവൾ എന്നാണ് കാത്യായനി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ത്രിനേത്രയും ചതുർഭുജയുമാണ് ദേവി. ശിരസിൽ ചന്ദ്രക്കലയും ചൂടിയിട്ടുണ്ട്. 4 കൈകളുള്ള ദേവിയുടെ വലതു കൈകളിൽ അഭയമുദ്രയും വരമുദ്രയുമാണ് ഉള്ളത്. ഇടതു കൈകളിൽ വാളും താമരപ്പൂവും പിടിച്ചാണ് ദേവി ഇരിക്കുന്നത്. ആദിപരാശക്തി തന്നെയാണ് കാത്യായനി ഭഗവതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുള്ള ഭഗവതിയാണ് ദേവി കാത്യായനി. ദേവിക്ക് ഈ നാമം ലഭിക്കുവാനുണ്ടായ കാരണം ഇതാണ്. കഥൻ എന്ന മഹാഋഷിയുടെ പുത്രനായിരുന്നു കാത്യായൻ. കാത്യായൻ കുട്ടികളുണ്ടായിരുന്നില്ല. ഒരിക്കൽ പരാശക്തിയുടെ അനുഗ്രഹത്തിനായി കാത്യായൻ തപസ് ചെയ്തു. മഹാമായ തൻ്റെ മകളായി പിറക്കണം എന്ന വരമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടുന്നത്. മഹർഷിയുടെ തപസ്സിൽ സംപ്രീതിയായ ദേവി കാത്യായൻ്റെ പുത്രിയായി പിറക്കും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ കാത്യായനൻ്റെ പുത്രിയായി ജനിച്ചതിനാൽ ആദിപരാശക്തിക്ക് കാത്യായനി എന്ന പേര് ലഭിച്ചു. മഹിഷാസുര വധത്തിനായി ദേവന്മാരുടെ ശക്തികളിൽ നിന്നാണ് ഭഗവതി ജന്മമെടുത്തിരിക്കുന്നത്. പിന്നീട് മഹിഷാസുര വധം നടത്തി ദേവന്മാർക്ക് ആശ്വാസമരുളുകയും ചെയ്തു. മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ദേവി മഹാകാളിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും മഹാസരസ്വതിയായിട്ടും ഒരുപോലെ കൂടിച്ചേർന്ന് പരാശക്തിയായിട്ടാണ് മഹിഷാസുരനെ മർദ്ദിക്കുന്നത്. ഇത് ദേവിയുടെ 3 ഗുണങ്ങളാണ്. സാത്വിക, തമോ, രാജസിക ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ 3 ഗുണങ്ങളും ചേർന്ന് ഗുണത്തിനതീതമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ മഹിഷാസുരനെ നമുക്ക് നിഗ്രഹിക്കാൻ പറ്റുന്നത്. അതായത് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഈ വഴി നമുക്ക് തന്നെ തുറക്കാൻ പറ്റും എന്നർത്ഥം. ധൈര്യത്തിൻ്റെ പ്രതീകമാണ് ദേവി കാത്യായനി. നവദുർഗമാരിൽ 6ാമത്തെ ഭാവമായ കാത്യായനിയെ ശ്രീ പാർവതിയുടെ നാമങ്ങളിൽ 2ാമതായാണ് പറയുന്നത്. ഉമ, കാത്യായനി, ഗൗരി, കാളി, ഹേമവതി, ഈശ്വരി ഇങ്ങനെ. കാത്യായനി വ്രതം അനുഷ്ഠിച്ചാൽ വിവാഹഭാഗ്യവും ദീർഘമാംഗല്യഭാഗ്യവും ഉണ്ടാവുന്നതാണ്. ഗോകുലത്തിലെ ഗോപികമാർ ശ്രീകൃഷ്ണനെ തങ്ങളുടെ പതിയായി ലഭിക്കാൻ കാത്യായനി വ്രതം അനുഷ്ഠിച്ചതായി വിശ്വസിക്കുന്നു. രുക്മിണി ദേവിയും കാത്യായനി ദേവിയെ പ്രാർത്ഥിച്ചിരുന്നു. രുക്മിണി ദേവി തനിക്ക് കൃഷ്ണനോടുള്ള പ്രണയം കാത്യായനി ദേവിയോടാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ പാർവതി കാത്യായനി ഭാവത്തിൽ മഹിഷാസുരനെ വധിക്കുമ്പോൾ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും പാർവതിയിൽ ലയിച്ചു എന്നും ഈ 3 ദേവിമാരുടെയും ശക്തി ഒന്നായി മാറുകയും ആദിപരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി ദേവി മാറുകയും ചെയ്തു. ജ്ഞാനം നൽകുന്നവളാണ് കാത്യായനി ദേവി. അറിവിനെ ആഴത്തിലെത്തിച്ച് നിഗൂഢ രഹസ്യങ്ങൾ പോലും സ്വായത്തമാക്കി തരുന്ന ശക്തി സ്വരൂപിണി. നവരാത്രിയിലെ 6ാം ദിവസം ചണ്ഡികയായിട്ടാണ് ദേവിയെ ആരാധിക്കേണ്ടത്. നവരാത്രിയുടെ 6ാം ദിവസം കാത്യായനി ദേവിയെ ധ്യാനിക്കേണ്ട മന്ത്രം ഇതാണ്. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. അർത്ഥം ഇങ്ങനെയാണ്. മഹാശക്തിയുടെയും മഹത്തായ നിഗൂഢ ശക്തിയുടെയും ഉടമയായ ഹേ കാത്യായനി ദേവി, ദയവായി നന്ദമഹാരാജാവിൻ്റെ മകനെ എൻ്റെ ഭർത്താവാക്കി തരണമേ. അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു.